ഹായ് എവരിവൺ, സ്നൈപ്പർ ലൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ പ്ലേലിസ്റ്റിലെ ആദ്യത്തെ വീഡിയോ മുതൽ കൃത്യമായിട്ട് കണ്ട് ഒരു ഓർഡറിൽ തന്നെ കണ്ട് പഠിച്ചു വരാൻ ശ്രമിക്കുക. കൂടുതൽ ട്രേഡിംഗ് റിലേറ്റഡ് കണ്ടൻറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ടെലിഗ്രാം ചാനലിലെ എല്ലാ ലിങ്ക് ബയോയിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലൈവ് ക്ലാസ്സുകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നെങ്കിലും ഒരുപാട് നാളായിട്ട് നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ക്ലാസ്സുകൾ കറൻസി കോഡ് എന്ന പേരിൽ ഒരു കറൻസി കോഡ് എന്ന സീരീസായിട്ട് ആയിരിക്കും മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിന് മൂവ് ചെയ്യാനായിട്ടുള്ളൊരു ഫ്യൂവൽ ആയിട്ടാണ് ലിക്വിഡിറ്റിയെ പറയുന്നത്. അതായത് മാർക്കറ്റിൻ്റെ മുകളിലേക്കും താഴേക്കുമുള്ള മൂവ്മെൻറ്റിന് ലിക്വിഡിറ്റി ആവശ്യമാണ്. നമുക്ക് ഒരു വാഹനത്തിന് ആ വാഹനത്തിൻ്റെ യാത്രയ്ക്ക് വേണ്ടി ഫ്യൂവൽ എത്രത്തോളം ആവശ്യമാണോ അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ലിക്വിഡിറ്റി. അപ്പോൾ ലിക്വിഡിറ്റി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓർഡേഴ്സ് എന്നാണ്. അതായത് മാർക്കറ്റിൽ പെൻഡിങ്ങായി കിടക്കുന്ന ബൈയും സെല്ലും ഓർഡേഴ്സാണ്. ഒരുപാട് ഓർഡറുകളുള്ള ഏരിയ എവിടെയാണോ അവിടെ ആയിരിക്കും കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാവുക. ആ ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും ബാങ്കുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ മാർക്കറ്റ് മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഒരു എൻട്രി മെത്തേഡാണ് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രെൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഒരു അപ്പ് സൈഡ് മൂവാണ്, അപ്പ് ട്രെൻഡിലേക്കുള്ളൊരു മൂവാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്വിംഗ് ലോസ് എല്ലാം ഈ ഒരു ട്രെൻഡ് ലൈനിലെത്തുമ്പോൾ അവിടെ നിന്ന് റിജക്ഷൻ ഉണ്ടായി വീണ്ടും മുകളിലേക്ക് പോകും. അങ്ങനെയാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ സ്വിംഗ് ലോസും ആ ഒരു ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ അടുത്തെത്തുമ്പോൾ അവിടെ നിന്നായിരിക്കും നമ്മുടെ ഓരോ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ എൻട്രി. ഇപ്പം ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഇവിടെ നിന്നായിരിക്കും ഒരു റീറ്റെയിൽ ട്രേഡർ എൻട്രി എടുക്കുക. അവിടെ ഒരു എൻട്രി എടുക്കും, ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കും, ടാർഗറ്റ് ഇതുവരെ വയ്ക്കും. ഈ ഒരു രീതിയിലാണ് ഒരു ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ വീണ്ടും മാർക്കറ്റ് ഈ ഒരു ഏരിയയിലെത്തുമ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും മൂവ് ചെയ്ത് വീണ്ടും ഈ ട്രെൻഡ് ലൈനിൻ്റെ ഏരിയയിലെത്തുമ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ത് ചെയ്യും, അവിടെ നിന്ന് തന്നെ വീണ്ടും ഒരു എൻട്രി എടുക്കും, സ്റ്റോപ്പ് ലോസ് കുറച്ച് താഴെ വയ്ക്കും, ടാർഗറ്റ് അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ബാങ്കുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പാക്കിക്കൊണ്ട് അവരുടെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഒരുപാട് റീറ്റെയിൽ ട്രേഡേഴ്സും ഇതേപോലെ ട്രെൻഡ് ലൈൻ മെത്തേഡ് വെച്ചുകൊണ്ട് ഇവിടെ എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് തൊട്ട് താഴെ ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലുമൊക്കെ സ്റ്റോപ്പ് ലോസ് വയ്ക്കും. അപ്പോൾ എല്ലാവരും ഇതിവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ ബാങ്കുകൾക്ക് ആ സ്റ്റോപ്പ് ലോസുകളെല്ലാം ഹണ്ട് ചെയ്ത് അവിടെ നിന്ന് ഒരു ഹ്യൂജ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ടുകൾ തരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിച്ചേ, ഇവിടെ റീറ്റെയിൽ ട്രേഡേഴ്സ് ഇവിടെ നിന്നൊരു ബൈ നോക്കിയ, അതായത് ഇവിടെ നിന്ന് ഒരു മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ച് റീറ്റെയിൽ ട്രേഡേഴ്സ് ഇവിടെ ട്രേഡ് ചെയ്തു, അവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചു. അപ്പം മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ വലിയ മാർക്കറ്റ് മൂവേഴ്സ് ആയിട്ടുള്ള ബാങ്കുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം ഹണ്ട് ചെയ്ത് താഴേക്ക് വന്നു. അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ വന്നു. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ വരുമ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സ് വീണ്ടും എന്ത് ചെയ്യും,
ഇവിടെ നിന്നൊരു ബ്രേക്ക് കിട്ടി, അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ താഴേക്കായിരിക്കും എന്ന് കരുതി അവരിവിടെ അടുത്തൊരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യും. ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യും. ഈ ഒരു ക്യാൻഡലിൻ്റെ എങ്ങനെ ഹൈയിൽ അവരുടെ ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കും, അവരുടെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കും. താഴോട്ട് എവിടെയെങ്കിലും ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്യും? മാർക്കറ്റിനെ ശരിക്കും മൂവ് ചെയ്യാനുണ്ടായിരുന്നത് മുകളിലേക്കാണ്. അപ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വീണ്ടും അടുത്തൊരു താഴേക്ക് പോകുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും മാർക്കറ്റിന് ശരിക്കും മുകളിലേക്കാണ് പോകേണ്ടത്. ആ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ലിക്വിഡിറ്റിയാണ് ഇവിടെ ആദ്യം ഒരു ബൈ ട്രേഡ് എടുത്ത് അല്ലെങ്കിൽ ഒരു ലോങ് പൊസിഷൻ ട്രേഡ് എടുത്തിരുന്ന റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാനായിട്ട്. ആ സ്റ്റോപ്പ് ലോസ് എല്ലാം ലിക്വിഡിറ്റി ആയിരുന്നല്ലോ. അപ്പോൾ ആ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയാണ് മാർക്കറ്റ് താഴെ വന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെയുള്ള ബ്രേക്ക് കിട്ടിയ ശേഷം ഇനി താഴേക്കായിരിക്കും മാർക്കറ്റ് പോകുകയെന്ന് കരുതി ഇവർ ഈ ട്രേഡ് ഇവിടെ ഇട്ടു. അവരുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിലൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ മാർക്കറ്റ് വീണ്ടും കുറച്ച് താഴോട്ട് വരുന്ന പോലെ എല്ലാവരും ഒന്ന് ട്രാപ്പ് ചെയ്ത് താഴേക്കാണെന്ന് കുറച്ച് കൺഫർമേഷൻ കൊടുക്കുന്ന പോലെയൊക്കെ കാണിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും? മുകളിലേക്ക് തന്നെ മാർക്കറ്റിന് ശരിക്കും പോകാനുള്ള മുകളിലേക്ക് തന്നെ പോകും. അപ്പോൾ അവർക്ക് ഇവിടെയുള്ള പെൻഡിങ് ഓർഡേഴ്സ്, ഇവിടെയുള്ള സ്റ്റോപ്പ് ലോസുകൾ ഹണ്ട് ചെയ്യാൻ പറ്റി. അതുപോലെ ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസുകൾ ഹണ്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയാണ് വലിയ അതായത് സ്മാർട്ട് മണി കൺസെപ്റ്റിൽ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഓരോ എൻട്രി മെത്തേഡുകളെ, അതുപോലെ തന്നെ അവരുടെ സ്റ്റോപ്പ് ലോസുകളെല്ലാം ഹണ്ട് ചെയ്യുന്നതും അവരെ ട്രാപ്പ് ചെയ്യുന്നതൊക്കെ. അപ്പം എവിടെയാണ് കൂടുതൽ ഓർഡറുകളുള്ളത്? അതായത് ഇപ്പോൾ ബാങ്കുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ട്രേഡ് ചെയ്യുന്ന വലിയ ബാങ്കുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഈ ട്രെൻഡ് ലൈൻ മെത്തേഡ് നോക്കിയോ അല്ലെങ്കിൽ ചാർട്ട് പാറ്റേൺ നോക്കിയോ അങ്ങനെയല്ല അവർ ട്രേഡ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പെൻഡിങ് ഓർഡറുകൾ എവിടെയുണ്ട്. ഇപ്പം ഈ ഒരു ഏരിയയിൽ ഒരുപാട് പെൻഡിങ് ഓർഡറുകൾ ഉണ്ടെങ്കിൽ ആ പെൻഡിങ് ഓർഡറുകൾ സെറ്റ് ചെയ്യാനായിട്ട് റീറ്റെയിൽ ട്രേഡേഴ്സ് അവരുടേതായ ഒരു മെത്തേഡിൽ അവിടെ ട്രേഡ് എടുത്തിട്ടുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് പേരുടെ ഇമോഷൻ വെച്ച് അവർ ആ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടായിരിക്കാം അവിടെ അത്രയും പെൻഡിങ് ഓർഡർ വന്നത്. അപ്പോൾ മാർക്കറ്റ് ബാങ്കുകൾ നോക്കുമ്പോൾ അവിടെ ഒരുപാട് പെൻഡിങ് ഉണ്ട്. അപ്പോൾ ആ പെൻഡിങ് ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടി അവരിതുപോലെ ഒരു ട്രെൻഡ് ലൈനൊക്കെ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്ത് ആളുകളെ കൊണ്ട് അവിടെ ഒരു ട്രേഡ് എടുപ്പിച്ച് ആ ഒരു പെൻഡിങ് ഓർഡറുകളെല്ലാം കളക്ട് ചെയ്തിട്ട് മാർക്കറ്റിന് ശരിക്കും പോകാനുള്ള ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിലേക്ക് തന്നെ മൂവ് ആവും. ഓക്കെ. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ മെത്തേഡ് പോലെ തന്നെ ഒരു റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ എൻട്രി മെത്തേഡാണ് ഈക്വൽ ഹൈ അല്ലെങ്കിൽ ഈക്വൽ ലോ, അതും അല്ലെങ്കിൽ SNR ലെവൽ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റ് ലെവൽ, അങ്ങനെയൊക്കെ പറയുന്ന മെത്തേഡുകൾ. അതായത് ഉദാഹരണത്തിന് ഈ ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ കൺസെപ്റ്റിൽ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എപ്പോഴൊക്കെ എത്തുന്നുണ്ടോ അപ്പോഴെല്ലാം ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടി മുകളിലേക്ക് പോകും എന്നുള്ള രീതിയിലാണ് അവരിവിടെ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ തവണ ഇവിടെ എത്തുമ്പോഴും അവരിവിടെ നിന്ന് ഓരോ ട്രേഡ് എടുക്കും. അപ്പോൾ അവരിതുപോലെ ഇവിടെ ഒരു ട്രേഡ് എടുത്തിട്ട് ഇനി മുകളിലേക്ക് പോകുമെന്ന് കരുതി ഇത്രയും മുകളിലേക്ക് പോകുമെന്ന് കരുതി ഇവിടെ ഒരു ട്രേഡ് എടുത്ത് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഏരിയയിൽ സെറ്റ് ചെയ്ത് വെച്ച്, അപ്പോൾ ഒരുപാട് റീറ്റെയിൽ ട്രേഡേഴ്സ് ഇതേ മെത്തേഡിൽ ട്രേഡ് എടുക്കുമ്പോൾ അവിടെ ഇത്രയും ഒരുപാട് പെൻഡിങ്, ഈ സ്റ്റോപ്പ് ലോസിലെല്ലാം ഒരുപാട് പെൻഡിങ് ഓർഡറുകളുണ്ടാവും. മാർക്കറ്റ് എന്ത് ചെയ്യും? മാർക്കറ്റ് അവരൊരു ഫേക്കായിട്ട് ഇവരെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റിയാക്ഷൻ കാണിച്ച്, ഇവിടെ നിന്ന് റിജക്ഷൻ വരുന്ന പോലെ റിയാക്ഷനെ കാണിച്ച് അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും? ഇവിടെ തന്ന് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വന്ന് ഒരു ഹണ്ട് ചെയ്ത് അവരുടെ എല്ലാ സ്റ്റോപ്പ് ലോസും ഹണ്ട് ചെയ്തിട്ട് മാർക്കറ്റിന് പോകേണ്ട ശരിക്കുള്ള ഡയറക്ഷനിലേക്ക് പോകും. ഇങ്ങനെയാണ് റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ മാർക്കറ്റിലെ ലിക്വിഡിറ്റി ഏരിയ ഹണ്ട് ചെയ്യുന്നതും. അപ്പോൾ നമുക്ക് ലിക്വിഡിറ്റി ഏരിയകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകളാണ് ഇതുപോലെ ഈക്വൽ ഹൈസും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും ട്രെൻഡ് ലൈനും. ഈ രീതിയിലെല്ലാം നമുക്ക് ലിക്വിഡിറ്റി മാർക്കറ്റിൽ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി വെച്ച് നമ്മൾ പഠിക്കുന്നത് വെച്ച് നമുക്ക് എങ്ങനെ ഇവിടെ ഒരു ട്രേഡ് എടുക്കാമെന്ന് വെച്ചാൽ, നമുക്കിവിടെ ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിരുന്നു. ആ ഇൻഡ്യൂസ്മെൻ്റ് ഇവിടെ ബ്രേക്ക് ആയപ്പോൾ
ഇവിടെ നമുക്ക് ബ്രേക്ക് വച്ചർ കിട്ടി. ഓക്കെ, ഇത് നമുക്ക് ബ്രേക്ക് വച്ചറായിട്ട് കിട്ടി. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്നു. ഇവിടെ ഒരു പുതിയൊരു ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ടാക്കി, അടുത്ത ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ടാക്കി. ആ ഇൻഡ്യൂസ്മെൻ്റ് ഈ ഒരു വലിയ ക്യാൻഡിൽ വന്ന് ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു. ഇൻഡ്യൂസ്മെൻ്റ് എടുക്കുമ്പോൾ നമ്മുടെ ഈ ലോ കൺഫേം ആവും. ഇത് നമ്മുടെ ലോ കൺഫേം ആയി. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും അവിടെ ബ്രേക്ക് ചെയ്തു. നമുക്ക് വീണ്ടും ഒരു ബ്രേക്ക് വച്ചർ കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്തു. ഹൈയുടെ മുകളിലായിട്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. അപ്പോൾ ഇത്രയും നേരം ഡൗൺ ട്രെൻഡിൽ വന്നുകൊണ്ടിരുന്ന മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ചായി അപ്പ് ട്രെൻഡിലേക്ക് പോകാനാണ് സാധ്യത. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഏരിയയിലുള്ള ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഓൾറെഡി നേരത്തെ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആകെ 2 സോണുകളാണ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇൻഡ്യൂസ്മെൻറ്റിന് മുമ്പേയുള്ള, അതായത് ഇൻഡ്യൂസ്മെൻറ്റിൻ്റെ താഴെ, ഇപ്പോൾ അപ്പ് ട്രെൻഡിൽ നോക്കുമ്പോൾ ഇൻഡ്യൂസ്മെൻറ്റിൻ്റെ താഴെ ഭാഗത്തായിട്ട് വരുന്ന, അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുന്നത് ഇനി ഇതാണ് നമ്മുടെ ഇൻഡ്യൂസ്മെൻറ്റ്. ഇതാണ് നമ്മുടെ ഇൻഡ്യൂസ്മെൻറ്റ്. ഈ ഇൻഡ്യൂസ്മെൻറ്റിന് താഴെ ഭാഗത്ത് വരുന്ന അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഏതെന്ന് നോക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഓർഡർ ബ്ലോക്ക് ഇതാണ്. നമുക്കൊരു ട്രേഡ് ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് അവിടുത്തെ സ്ട്രക്ചറിൻ്റെ ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷനെല്ലാം നോക്കിയിട്ട് അവിടെ ഒരു എൻട്രി പോസിബിൾ ആയിരുന്നെങ്കിൽ ആ എൻട്രി എടുക്കാം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ലോസാണ് സംഭവിച്ചിട്ടുള്ളത്. അതിനുശേഷം താഴേക്ക് വേറൊരു ഓർഡർ ബ്ലോക്ക് നമുക്കില്ല. നമ്മുടെ എക്സ്ട്രീം ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കാൻ ഒരു ഓർഡർ ബ്ലോക്കും ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ, ഇവിടെ വേറൊരു ഓർഡർ ബ്ലോക്കും ഇല്ലാത്ത കണ്ടീഷനിൽ നമ്മൾ ഈ ഒരു ഏരിയ ആയിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് സാധ്യതയുള്ളൂ. അപ്പോൾ ഈ ഏരിയ എങ്ങനെ സെലക്ട് ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. എന്തുകൊണ്ട് ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തു എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ നമ്മളൊരു എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം പാർഷ്യൽ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു 1:3 1:5 ഒക്കെ ടാർഗറ്റ് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു 1:5 ഒക്കെ സെറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തായാലും ഈ ഒരു എൻട്രി നമുക്ക് ടാർഗറ്റ് അടിച്ചേനെ. അപ്പോൾ അതല്ലാണ്ട് ഇപ്പം ആ ഒരു എൻട്രി നമ്മൾ എടുത്തില്ല, നമുക്കൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു എൻട്രി എടുത്തില്ലായിരുന്നെങ്കിൽ പോലും പിന്നീട് മാർക്കറ്റിൽ സംഭവിക്കുന്നത്, മാർക്കറ്റ് അതിന് ശേഷം ഒരുപാട് മൂവ്മെൻറ്റ് ഉണ്ടാക്കി. നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഹൈയും ഈ ഒരു ലോയും തമ്മിലാണ് അല്ലേ. ഇതിനിടയിൽ സംഭവിക്കുന്ന എല്ലാം ഇൻറ്റേർണൽ മാർക്കറ്റാണ്, റേഞ്ചിങ് മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ആ ഒരു ഏരിയ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഏരിയയിൽ ഈ ഒരു ഏരിയയിൽ ട്രേഡ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത മാർക്കറ്റ് സംഭവിക്കുന്നത്, ഇവിടെ ഇപ്പോൾ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. നമ്മൾ ഈ ലിക്വിഡിറ്റി കാണുന്നുണ്ട് അല്ലേ. ഇതിപ്പോൾ ഒരു ലിക്വിഡിറ്റി ആയിട്ട് ആക്ട് ചെയ്യാണ്. ഈ ലിക്വിഡിറ്റി മാർക്കറ്റിന് വീണ്ടും മുകളിലേക്ക് പോകണമെങ്കിൽ ഈ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും മാർക്കറ്റ് വീണ്ടും തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് വരും. ആ ഏരിയയിൽ നിന്ന് നമുക്ക് ഒരു എൻട്രി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മളിപ്പം ഓർഡർ ബ്ലോക്കും ഓർഡർ ഫ്ലോയും ഇംബാലൻസും വെച്ചൊക്കെ ഒരുപാട് എൻട്രി മെത്തേഡുകൾ പഠിച്ചു. അപ്പോൾ അതുപോലെ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്ന ഏതെങ്കിലും എൻട്രി മെത്തേഡ് അവിടെ വരികയാണെങ്കിൽ അവിടെ നമുക്ക് എൻട്രി എടുക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ നിന്നൊരു ട്രേഡ് എടുക്കാൻ പറ്റും. ഈ മാർക്കറ്റ് ഇവിടെ ലിക്വിഡിറ്റി എടുത്തു. ഈ ഏരിയയിൽ ഇത്രയും ഉണ്ടായിരുന്ന ലിക്വിഡിറ്റി മുഴുവൻ ഇവിടെ ഹണ്ട് ചെയ്തു. ഹണ്ട് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ഇപ്പം എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡ് എന്ന് പറയുന്നത്, നമുക്ക് സിംഗിൾ ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക് വെച്ച് ട്രേഡ് എടുക്കാൻ പറ്റും. സിംഗിൾ ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക് എന്താണെന്നൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് ക്യാൻഡിൽ, സിംഗിൾ ക്യാൻഡിലായിട്ട് നമ്മൾ എടുക്കുന്ന ക്യാൻഡിൽ ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു എൻട്രി പോസിബിൾ ആയിരുന്നു. ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് ടാർഗറ്റ് ഈ ഒരു ഹൈ, ഈ
ഈ ഒരു മേജർ ഹൈ ടാർഗറ്റ് വെച്ചിരുന്നെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയിരുന്നു നമ്മൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റീറ്റെയിൽ ട്രേഡേഴ്സിനെ ലിക്വിഡിറ്റി നോക്കി എങ്ങനെ ട്രേഡ് എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. അപ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സ് എവിടെയൊക്കെ ലിക്വിഡേറ്റ് ആവുമോ അല്ലെങ്കിൽ അവരുടെ ഒരു എൻട്രി മെത്തേഡ് എവിടെയൊക്കെ ഫെയിൽ ആവുമോ അവിടെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു സ്നൈപ്പർ ലൂട്ടിൽ കറൻസി കോഡ് വഴി പഠിക്കുന്ന മെയിനായിട്ടുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ കൂടുതലും ട്രേഡുകൾ എടുക്കുന്നത്. മറ്റെല്ലാം നോക്കുമെങ്കിൽ പോലും അതിൽ ലിക്വിഡിറ്റിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ വീഡിയോസ് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിലാവുന്നത് വരെ വീഡിയോസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ ഒക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബയോയിലെ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്.